ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മുടെ മൊബൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഈ ബാറ്ററി നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈല് നല്ലപോലെ പ്രവർത്തിക്കും, അല്ലേ? എല്ലാവർക്കും അറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് മാർഗമുള്ളത്, ബാറ്ററി കൂടുതൽ കാലം നിൽക്കാൻ എന്തൊക്കെയാണ് വഴികളുള്ളത്. അപ്പോൾ ഇന്നത്തെ ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള 4 പ്രധാനപ്പെട്ട മാർഗങ്ങളാണ്. ഞാൻ തന്നെ ഇവിടെ ചെയ്തു നോക്കുന്ന പ്രധാനപ്പെട്ട 4 മാർഗങ്ങളാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു മൊബൈലിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയൊരു മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 വർഷത്തോളം, അതാണ് കമ്പനി തന്നെ മാനുഫാക്ചേഴ്സ് തന്നെ പറയുന്നത്, ഒരു 3 വർഷത്തോളമാണ് സാധാരണ രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നത്. ആ സമയം ആകുമ്പോഴേക്കും ഒരു 300 to 500 സൈക്കിൾ അതിന്റെ ചാർജിങ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് വരുന്നത് ഓരോ സമയത്തും ഒരു 10% അല്ലെങ്കിൽ 20% അത് ബാറ്ററിയുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ബാറ്ററി നല്ല ഉഷാറാക്കിയിട്ട് നിർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എബൌട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം, നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി 5000 mAh ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി കാണിക്കുന്നത്. പണ്ടത്തെ ഒരു പവർ ബാങ്കിൻ്റെയൊക്കെ കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഇപ്പോൾ ഉള്ള മൊബൈലിൻ്റെയൊക്കെ ഏകദേശം കപ്പാസിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ബാറ്ററിയുടെ. ഇപ്പോൾ ഇത്രത്തോളം ബാറ്ററിയിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പവർ ചാർജറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? ഇത് നമുക്ക് അടുത്ത നമ്മൾ നോക്കുന്നത് ബാറ്ററി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ട മുകളിലായിട്ട് ബാറ്ററി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. അവിടെ നമുക്ക് നോക്കിയാൽ 80% കാണിക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂറോളം വർക്ക് ചെയ്യാനുള്ള ബാറ്ററി ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് തൊട്ട താഴെയായിട്ട് ബാറ്ററി യൂസേജ് ബൈ ആപ്സ് കാണിക്കേണ്ട താഴെയായിട്ട് പവർ സേവിങ് മോഡ് അത് ഓണാണ്. പവർ സേവിങ് മോഡ് എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം, അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക, എങ്കിലേ മനസ്സിലാവുള്ളൂ. അതിൻ്റെ താഴെ ഇവിടെ ഒരു വാട്സപ്പ് ആപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമ്മുടെ ബാറ്ററി എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്കിതിവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇത്രത്തോളം ടൈം നമ്മൾ യൂസ് ചെയ്തപ്പോൾ ഇത്രത്തോളം ബാറ്ററി പോയിട്ടുണ്ടെന്നുള്ളതൊക്കെ കൃത്യം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഇത് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ താഴെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് അതിന് തൊട്ട മുകളിലായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പവർ വല്ലാതെ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ബാറ്ററി റീചാർജ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാറ്ററി ലൈഫ് നിൽക്കാൻ വേണ്ടി, അതായത് കൂടുതൽ കാലം നിൽക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്യണം, അല്ലേ? കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കണക്ട് ചെയ്തിട്ട് നമ്മളെ വഴിക്ക് പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇവിടെ നമ്മൾ കണ്ടോ, ഈ ഒരു ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏകദേശം നമുക്കിവിടെ ഒരു 81% നമുക്കതിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരിക്കലും 100%ലേക്ക് കൂടുതലേക്ക് വരുന്ന രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അതായത് ഒരു 85-90 വരെ മാക്സിമം. അപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അത് ചാർജ് ചെയ്യുന്നതെന്ന് അൺപ്ലഗ് ചെയ്യണം. അതുപോലെ തന്നെ അത് ഒന്നാമത്തെ ടെക്നിക്കാണ്. രണ്ടാമത്തെ പറയുന്നത്, നമ്മൾ ഒരിക്കലും ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ കണ്ടില്ലേ, അതായത് പവർ സേവർ മോഡിൽ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. ഈ പവർ സേവർ മോഡ് ഓൺ ചെയ്തിട്ട് ഒരിക്കലും ചാർജ് ചെയ്ത് നമ്മളത് ഓൺ ചെയ്യേണ്ടത് എപ്പോഴാണ്, ചാർജറൊക്കെ ഫുള്ളാക്കി ചാർജ് ചെയ്തതിന് ശേഷം ഒരു 85% ഒക്കെ ചാർജ് ചെയ്തതിന് ശേഷമാണ് അത് ഓൺ ആക്കേണ്ടത്. അത് രണ്ടാമത്തെ ടിപ്പാണ്. മൂന്നാമത്തത്, നിങ്ങൾ പവർ ചാർജർ യൂസ് ചെയ്യുന്ന സമയത്ത് കഴിവതും പവർ ചാർജർ ഒഴിവാക്കുക. ഇത് പവർ ചാർജറാണ്, അതായത് നമുക്ക് ബാറ്ററി പെട്ടെന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പക്ഷേ ബാറ്ററി പെട്ടെന്ന് ചാർജ് ആവുന്ന സമയത്ത് ബാറ്ററി വളരെയധികം ഹീറ്റാവും, പിന്നീട് അതൊക്കെ ബൾജ് ചെയ്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലുള്ള നോർമൽ ചാർജർ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് മൂന്നാമത്തെ ടിപ്പ് വരുന്നത്. ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യത ഈ പവർ ചാർജർ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. കാരണം വളരെ പെട്ടെന്ന് ഹൈ ലോഡ് വരുന്ന സമയത്ത് ബാറ്ററി വളരെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോർമൽ ചാർജർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പവർ ചാർജർ ഉപയോഗിക്കുക. അടുത്തതായിട്ടുള്ള കാര്യം, അതായത് നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്,
ഇതുപോലുള്ള പുതിയ മൊബൈലുകളാണ്. ഇപ്പം ഞാൻ ഇത് എൻ്റെ പുതിയ മൊബൈലാണ്. ഇതുപോലുള്ള പുതിയ ലേറ്റസ്റ്റ് മൊബൈലൊക്കെയാണ് നിങ്ങൾ വാങ്ങിയിട്ട് ഫ്രഷാണ്, അല്ലെങ്കിൽ ഒരു 5-6 മാസം കഴിയുന്നവരെയൊക്കെ ഒരിക്കലും ഇതുപോലുള്ള പവർ ബാങ്കുകൾ നിങ്ങളിതിലേക്ക് കണക്ട് ചെയ്യരുത്. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് നമ്മളിപ്പം 10,000 അല്ലെങ്കിൽ 20,000 mAh ഒക്കെയാണ് നമ്മളെന്ത് വരുന്നത്, ബാറ്ററി പവർ ബാങ്കിൻ്റെ ഒക്കെ ഒരു പവർ വരുന്നത്. അത്രത്തോളമുള്ള പവർ ബാങ്കുകളൊന്നും പല കമ്പനിയുടേതായിരിക്കും, ചിലപ്പോൾ ലോക്കലായിരിക്കും. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും പുതിയ ബാറ്ററിയിലേക്ക് ഉപയോഗിക്കാതിരിക്കുക. അതും നമ്മുടെ ബാറ്ററി വളരെ പെട്ടെന്ന് ഡാമേജ് ആക്കുന്നതിന് ബാറ്ററിയുടെ ലൈഫ് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി വളരെ കാലം നല്ലതുപോലെ നിൽക്കും. ഇത് എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി വർഷങ്ങളോളം നിൽക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ തന്നെ ആ ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിന് മൊത്തം ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എല്ലാ ദിവസവും ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മൊത്തം ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.